യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ ഈദാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. അപ്പം ഞാൻ ഉറക്കമൊക്കെ എണീച്ചിട്ടുണ്ട്. ഇനി കുളിക്കണം, നിസ്കരിക്കണം, പിന്നെ നമുക്ക് അപ്പുറത്തോട്ടൊക്കെ പോകാനുണ്ട്. സോ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. എല്ലാവരും ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ പോയി കുളിച്ചിട്ടിടാം. അങ്ങനെ ഞാൻ ദേ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നേരി നിസ്കാരത്തിലോട്ട് കയറി. കാരണം ഞാൻ എണീച്ചപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. ദിസ് ഈസ് മൈ ഫേവറേറ്റ് മോയ്സ്ചറൈസർ. പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്, പക്ഷെ അടിപൊളിയാണ്. വേറെ ഒന്നിൻ്റെ ആവശ്യം നമുക്കില്ല. ഇതിടുമ്പോൾ തന്നെ നമ്മളെ ഫേസ് ഭയങ്കരമായിട്ട് ഗ്ലോ ആക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മോയ്സ്ചറൈസർ ഡ്രൈ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് സൂട്ടാവുന്നൊരു അടിപൊളി മോയ്സ്ചറൈസറാണ്. ഇത് മാത്രം മതി, ഫൗണ്ടേഷൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഈ ഒരു ഒറ്റ ഐറ്റം മാത്രം മതി, അടിപൊളിയാണ്. കുറച്ച് നമുക്ക് വാരി കോരിയിടാം. ഇതൊക്കെയല്ലേ കുറച്ച് തിളങ്ങിക്കേട്ട്. അടിപൊളി മോയ്സ്ചറൈസറാണ്. കാരണം ഇട്ടപ്പോൾ തന്നെ എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്. അടിപൊളിയാണ്, അടിപൊളി മോയ്സ്ചറൈസറാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം ടാൽക്കം പൗഡർ. ഇത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത്. ഇതില്ലാതൊക്കെയും ചെയ്തില്ല. ഇതും ലിപ്സ്റ്റിക്കും ആണ് എൻ്റെ ഫേവറേറ്റ് ബ്യൂട്ടി പ്രൊഡക്ട്സ്. ശരിക്കും പറഞ്ഞാൽ പൗഡർ മുഖത്തിട്ടുകൂടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് പൗഡർ അത്ര നല്ലതല്ല. പക്ഷേ ഇത് എന്തെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് പൗഡറില്ലാതൊരു ജീവിതമില്ല, ഒന്നിനും കിട്ടത്തില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പക്ഷേ സൺസ്ക്രീനും ഒക്കെ ഇടുമ്പോഴത്തേക്കും ഫേസ് ഭയങ്കര ഡള്ളായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ പൗഡർ ഇടുമ്പോൾ എനിക്ക് എന്താ അറിയത്തില്ല, എൻ്റെ ഫേസിന് ഭയങ്കര ഒരു ഗ്ലോയി എഫക്റ്റ് ഒക്കെ കിട്ടാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൗഡർ. ഇനി നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാം, ഐലൈനർ എഴുതണം. ജസ്റ്റ് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു ലിപ്സ്റ്റിക് ഇടണം. സോ ഞാൻ ഇത് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ പെൻസിലായിരുന്നു. ഞാനത് യൂസ് ചെയ്ത് ഒരു 2 വർഷത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കോംബോ പാക്കായിട്ടാണ് കിട്ടിയത്. ഒരു 5 എണ്ണം അങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നു. ബാക്കിയൊക്കെ തീർന്നു. ഇനി ഇത് ലാസ്റ്റാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. ജസ്റ്റ് 100 സംതിങ് റുപ്പീസേ ഉള്ളൂ. പക്ഷേ അടിപൊളി ഐബ്രോ ആണ്. ഇത് ചെത്തി ഞാൻ ഈ പരുവായിട്ടുണ്ട്. പക്ഷെ അടിപൊളിയാണ്. നമ്മൾ ഇതിലൂടെ തന്നെ ഒരു ബ്രഷും വരുന്നുണ്ട്. നമുക്ക് ഇത് ഐബ്രോ ഇങ്ങനെ വരച്ചിട്ട് ഇതുകൊണ്ട് തന്നെ നമുക്ക് ബ്രഷ് വെച്ച് ഇത് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പം കറക്റ്റൊരു നാച്ചുറൽ എഫക്റ്റ് കിട്ടും. ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നത്തില്ല. അടിപൊളിയാണ്. നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാം. എനിക്ക് പക്ഷേ ഐബ്രോ പൊതുവേ കുറവാണ്. ഞാൻ പിന്നെ ത്രെഡ് ചെയ്തൊക്കെയാണ് ഇത്രയെങ്കിലും ആക്കിയെടുത്തത്. എനിക്ക് പണ്ട് ഒട്ടും ഇല്ലായിരുന്നു ഐബ്രോ. ഞാൻ പിന്നെ മറ്റേ കാസ്റ്റർ ഓയിലും മറ്റേ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ രാത്രി ഉറങ്ങാൻ നേരം തേച്ച് വെച്ചതാണ്. മറ്റേ ബദാം കരിച്ചിട്ട് അത് ഓയിലിട്ടിട്ട് പൊടിച്ചിട്ടൊക്കെയാണ് ഞാൻ തേച്ച് ഇത്രയെങ്കിലും ആക്കിയെടുത്തത്. പിന്നെ ത്രെഡ് ചെയ്താൽ കുറച്ച് പിരിവ് വരും. സോ പിരിവില്ലാത്തവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുക. എനിക്ക് പിരിവ് വെച്ചത് അങ്ങനെയാണ്. എനിക്ക് ഒട്ടും പിരിവില്ലായിരുന്നു പണ്ട്. ഫുള്ള് വെളുത്തിടുന്നതാണ്. സോ നമ്മൾ പിരിവ് എഴുതിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതാണ് ഇതിനൊരു പ്രയോജനം. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഡാസ്ലറിൻ്റെ ഐലൈനർ. ഭയങ്കര വാട്ടർ പ്രൂഫാണ്. രാവിലെ നമ്മൾ ഈ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ രാത്രി ഇത് പോകത്തുള്ളൂ. നമ്മൾ ഫേസ് കഴുകിയാൽ പോലും ഇത് പോകത്തില്ല. അത്ര കഴിവുകളാണ്. 350 എങ്ങാണ്ടാന്ന് തോന്നുന്നു റേറ്റ്. ഇത് കോംബോ പാക്കാണ്. ഇതും ഇതിൻ്റെ കൂടെ മസ്കാരയുണ്ട്. രണ്ടും കൂടെ ചേർത്താണ് 350 വരുന്നത്. പക്ഷെ അടിപൊളിയാണ്. ഭയങ്കരമായിട്ട് നമുക്ക് നല്ല എഴുതാനും പറ്റും. അതുപോലെ തന്നെ നല്ല ലോങ് ലാസ്റ്റിങ്ങുമാണ്. സോ ഐലൈനർ എഴുതാം. അങ്ങനെ നമ്മൾ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുറത്തോട്ട് പോകണം. അവിടെ ഫുഡ് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ പുരട്ടി വെച്ചേക്കുവാണ്. ഇനി ചിക്കനൊക്കെ പൊരിക്കണം. പിന്നെ നല്ല പായസവും. ഇവിടെ അടപ്പായസമായിരുന്നു. കഴിഞ്ഞാണ് നമ്മൾ വെർമസല്ലി ആയിരുന്നു. അപ്പം ഞാൻ മൂത്തുമാടങ്ങ് പോയിട്ട് വെർമസല്ലിയും കുടിച്ച് നമ്മുടെ വീട്ടിൽ അടപ്പായസമായിരുന്നു. അങ്ങനെ രാവിലെ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളി മട്ടൻ കറിയും അപ്പമൊക്കെ ആയിട്ട് കഴിച്ചു. ഇനി ഉച്ചലത്തേക്ക് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ്. ഇനി അതിൻ്റെ പ്രിപ്പറേഷൻസിലും കാര്യങ്ങളിലൊക്കെയാണ്.
ഗായ്സ് നല്ല അടിപൊളി വെർമസല്ലി പായസം. വെർമസല്ലി ഗായ്സ്, ഇതാണ് ഇവിടുത്തെ ഇളയ പുത്രി ഭാര്യ. ഗായ്സ്, ഞങ്ങളുടെ മേഴ്സ് മൈലാഞ്ചിയൊക്കെ ഇട്ട് നോട്ട് കാണിക്ക്. ബാക്കാണ് ബാക്ക്. ഗൈസ് കണ്ടു ഗൈസ്, അടിപൊളി മൈലാഞ്ചി. എന്തുവാ കേട്ടില്ല? ആച്ചി ആ മണം ഉണ്ടല്ലേ? ആ നല്ല മണം. വേറെ മണമാ? അത് മൈലാഞ്ചിന് മണം. സ്പ്രേ അടിച്ച പിന്നെ എന്തിന്റെ മണം? ഓ മൈലാഞ്ചിന് മണം ഇങ്ങനെയാണോ? ഞാൻ ഉടുപ്പോട്ടെ. ഓ നല്ല ലവൊക്കെ വരുന്ന ഉടുപ്പ്. ഇവിടെ എന്ത് മസൂദ കഴിക്കാൻ? അപ്പാ ഉച്ചക്ക് കഴിക്കാനാ? ഉച്ചക്ക് കഴിക്കാൻ അപ്പാ? ഓടി കള്ളത്തിനെ പറയാതാ. അല്ല സത്യം, ഉച്ചക്ക് ആരെല്ലാം അപ്പം കഴിക്കുവോ? ആര്? ചോറല്ലേ ഉച്ചക്ക് കഴിക്കുന്ന? അപ്പമാണോ കഴിക്കുന്നത്? ആര്? അത് രാവിലെ ഇല്ലേ അപ്പം കഴിക്കാൻ? ഉച്ചക്ക് എന്തോ കഴിക്കാൻ? അപ്പവാ? കളത്തിനം പറയൂടി. അപ്പൊ ചിക്കൻ ഫ്രൈ ഒക്കെ ആരാ കഴിക്കുന്ന? ചിക്കൻ ഫ്രൈ ബിരിയാണി ഇല്ലേ കഴിക്കുന്ന നമ്മൾ ഉച്ചക്ക്? അല്ലേ? എന്നാ നീ അപ്പം കഴിച്ചു, ഞങ്ങളൊക്കെ ബിരിയാണി കഴിക്കും കേട്ടാ. പെരുന്നാൾ ഇച്ചിരി കഴിഞ്ഞിട്ടാണാ? ഉച്ചക്കല്ലേ പെരുന്നാള്? ആ അപ്പൊ ഉച്ചക്ക് എന്തോ കഴിക്കുന്ന? സാധനം ഒന്നും വെച്ചില്ലേ? ബിരിയാണിയാ കഴിക്കുന്നത് നമ്മള്. ഓ 5 പപ്പടേ ഉള്ളു, അത് വെച്ചാണോ പെരുന്നാൾ നടത്തുന്ന? 5 പപ്പടത്തിൽ ഒരു പപ്പടം എനിക്ക്, ബാക്കി 4 പപ്പടം. അതാർക്കിട്ടോ? എല്ലാവർക്കുവാ? നിന്റെ പേരെന്താ? നിന്റെ പേരെന്തുവാടി? സോ ഇല്ല, നാട്ടുകാരുടെ വീട്ടിൽ മാത്രമേ കടക്കുള്ളൂ. ഇല്ല, ഫംസിയുടെ വീട്ടിലുണ്ട്. നമ്മളെപ്പോഴും കാണുമ്പോ നടക്കാറൊക്കെ ഉണ്ട്. പൂ അത് പല ഡിസൈനിലുണ്ട്. പൂ പല മോഡലിലുണ്ട്. ഞാൻ പറയുന്നത് സാധ്യം. രണ്ട് ഔട്ട് കിട്ടിയ അങ്ങനെ എല്ലാ തവണയും നമുക്ക് സ്ഥിരമായിട്ട് പെരുന്നാൾപ്പറ്റയിരുന്ന ഞങ്ങളുടെ ഇക്കാണിത്. അങ്ങനെ രാവിലെ തന്നെ നല്ല പെരുന്നാൾപ്പറ്റയൊക്കെ കിട്ടി, ഹാപ്പി ആയിട്ട്. അങ്ങനെ നമ്മുടെ അടപ്പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും പറയും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പപ്പടം പൊരിക്കുന്നതെന്ന്. ശരിക്കും അല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തോടെ തന്നെ പപ്പടം പൊരിക്കുവാണ്. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ് ഈ പപ്പടം പൊരിക്കൽ. പിന്നെ പപ്പടം എൻ്റെ ഫേവറേറ്റ് സാധനമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പപ്പടം പൊരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി ചിക്കൻ ഫ്രൈ. അങ്ങനെ നമ്മളിത് ഫുഡിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പായൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ 1 മണി കഴിഞ്ഞ്. അങ്ങനെ എല്ലാവരും ജുബൊക്കെ നമസ്കരിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്.
ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും നല്ല സലാഡ്, തൈരിട്ട സലാഡ് ഉണ്ടായിരുന്നു, വിനാഗിരി ഒഴിച്ച സലാഡ് ഉണ്ടായിരുന്നു, പിന്നെ നല്ല ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ട് അങ്ങോട്ട് കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഫാമിലിയിലെ എല്ലാ ആൾക്കാരും ഇല്ലായിരുന്നു, കുറച്ച് പേര് മാത്രമേ ഉള്ളായിരുന്നു. ശരിക്കും നമ്മളെ ഫാമിലി ഭയങ്കര വലിയ ഫാമിലിയാണ്. നമ്മളിങ്ങനെ ഇതൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ വാപ്പമ്മയുടെ ആണ്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരുമിച്ചിട്ടാണ് കഴിക്കുന്നത്. ഭയങ്കര രസമാണ്. പക്ഷേ ഇങ്ങനെ കൂട്ടുകുടുംബത്തോടൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു സ്പെഷ്യലാണ്. ബിരിയാണിയാ ഇഷ്ടപ്പെട്ട ബിരിയാണി കഴിയുന്ന ചിക്കൻ ഫ്രൈ കഴി. കൊള്ളാമോ കൊള്ളാമോ? വെർമസല്ലി അല്ലാണ്ട് കുടിക്കാനും അടപ്പായസം ഇങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഇങ്ങനെ നല്ല പഴവും പപ്പടവും ഒക്കെ ആയിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ശരിക്കും വെർമസല്ലിയും കാട്ടി കുറച്ചും കൂടി ഇഷ്ടം അടപ്പായസമാണ്. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഐസ്ക്രീം ഐസ്ക്രീം കോരിട്ട് കൊടുക്കല്ലോ.